ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. അതായത് ഏപ്രിൽ മാസം 14-ാം തീയതി മുതൽ ഇന്ന് വരെ OTT റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. അതുകൂടാതെ കുറച്ച് കമൻസ് ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു, അതിന് കുറച്ച് കമൻസ് വന്നിട്ടുണ്ട്. അതിനുള്ളൊരു റിപ്ലൈ ആണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ കമൻറ്റുകൾ നോക്കാം, അതിനുശേഷം അപ്ഡേറ്റുകൾ ഏതൊക്കെയാണ് നോക്കാം. കമൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു, ഒരു OTT അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട്. അതിൽ എന്താ പറയുക, മദനോത്സവം, കള്ളനും ഭഗവതിയും, തങ്കമണി, ബാന്ദ്ര, രാമചന്ദ്ര ബോസ് ആൻഡ് കോ, ഈ സിനിമകളെ കുറിച്ചുള്ള അപ്ഡേറ്റുകളൊക്കെ ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമൻറ്റുകളിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. ആ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഇതിൻ്റെ ഒന്നും അപ്ഡേറ്റുകൾ വന്നിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇതുവരെ ഒരു എന്താ പറയുക, ഒരു OTT പ്ലാറ്റ്ഫോമുകളും ഈ ഒരു സിനിമകളൊന്നും വാങ്ങിയിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അധിക വീഡിയോസിലും ഞാൻ ഇത് പറയാറുണ്ട്. പക്ഷേ പിന്നെ തമ്പനെയിലോ അല്ലെങ്കിൽ ടൈറ്റിലോ ഞാൻ ഈ സിനിമയെക്കുറിച്ചുള്ള ഒന്നും പരാമർശിക്കാറില്ലായിരുന്നു. അപ്പം ആ ഒരു വീഡിയോ കംപ്ലീറ്റ് കാണാത്തതുകൊണ്ടാവും അവർ പല വീഡിയോസിൻ്റെയും താഴെ കമൻറ്റ് ബോക്സിൽ മദനോത്സവത്തിൻ്റെ അപ്ഡേറ്റ് ഉണ്ടോ, കള്ളനും ഭഗവതിയുടെ അപ്ഡേറ്റ് ഉണ്ടോ, തങ്കമണിയുടെ അപ്ഡേറ്റ് ഉണ്ടോ, ബാന്ദ്രയുടെ അപ്ഡേറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ രാമചന്ദ്ര ബോസിൻ്റെ അപ്ഡേറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിനിമ, കുറേ സിനിമകളുടെ അപ്ഡേറ്റുകൾ ഉണ്ടോയെന്ന് പലരും കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചുള്ളൊരു റിപ്ലൈ എന്നുള്ള രീതിയിൽ ഇന്നലെ ഒരു വീഡിയോ ചെയ്തതായിരുന്നു. പക്ഷേ ആ ഒരു വീഡിയോ ചെയ്തപ്പോഴേക്കും കുറേ ആൾക്കാർ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് വീഡിയോ വന്നു. അപ്ഡേറ്റ് വന്നിട്ടില്ല, നിങ്ങൾ എന്തിനാണ് വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞിങ്ങനെ വന്നു. പക്ഷേ അത് എന്തിനാണ് ചെയ്യുന്നതെന്നുള്ള കാര്യവും ഞാൻ ആ ഒരു വീഡിയോയിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ആ കമൻറ്റുകളൊക്കെ ഒന്ന് വായിക്കാം. എന്താ സംഭവിച്ചാൽ, അതിലൊന്നാമത്തെ ഒരു കമൻറ്റാണ്, എന്തിനാണോ താനൊക്കെ വരാത്ത പടത്തിൻ്റെ അപ്ഡേറ്റ് ഇടുന്നത്, ദുരന്തം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, വരാത്ത പടത്തിൻ്റെ അപ്ഡേറ്റ് ആണ്. അതെന്താണ് ആ വീഡിയോയിലെ ഉദ്ദേശം എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള കമൻറ്റുകളൊന്നും ആരും ചെയ്യില്ല എന്നുള്ള ഉറപ്പാണ്. പിന്നെ അടുത്തൊരു കമൻറ്റ് വന്നിരിക്കുന്നത്, എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരാൾ അപ്ഡേറ്റ് ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്. ദിസ് വീഡിയോ ഓൺലി റിപ്ലൈ ഫോർ പ്രീവിയസ് കമൻറ്റ്സ് ഓഫ് ഹിസ് വീഡിയോസ്, സോ ഡോണ്ട് ബ്ലെയിം ഹിം. അത് പ്രീവിയസ് വീഡിയോസിൻ്റെ കമൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് എടുത്തൊരു വീഡിയോ ആണ്, ബ്ലെയിം ചെയ്യാതിരിക്കുക എന്നുള്ളത്. അതിനൊരു താങ്ക് യു ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തൊരു കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ, OTT അപ്ഡേറ്റ്സ് ഇതുവരെ വന്നിട്ടില്ല എന്ന് പറയാൻ ഒരു അപ്ഡേറ്റ് കിടു ചാനൽ. ഓക്കെ, അതിനൊരു യെസ് എന്ന് പറഞ്ഞ റിപ്ലൈയും അതിന് റിപ്ലൈ കൊടുക്കുകയും ചെയ്തു. വ്യൂ കിട്ടാൻ വേണ്ടി കാണിച്ചതൊന്നുമല്ല ബ്രോ, എൻ്റെ വീഡിയോയുടെ കമൻറ്റിലൊന്ന് പോയി നോക്കുക ആദ്യം. ഈ സിനിമകളെക്കുറിച്ച് ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ. പിന്നെ ഞാൻ വ്യൂ കിട്ടാൻ വേണ്ടിയുള്ള തമ്പനെയിൽ അതിൻ്റെ ടൈറ്റിലുണ്ടായപ്പോൾ ഒന്നും ചെയ്യാറില്ല. എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം, അത് സംഭവം സത്യമാണ്. ഞാനങ്ങനെ വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് ക്ലിക്ക് ബൈറ്റ് തമ്പനെയിലായിട്ട് അങ്ങനത്തെ തമ്പനെയിൽ കാര്യങ്ങളൊന്നും കൊടുക്കാറില്ല. ടുഡേ റിലീസ്, ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യുന്ന സിനിമകൾ, സർപ്രൈസ് റിലീസുകൾ, അങ്ങനെ പറഞ്ഞുള്ള സംഭവങ്ങളെ ഞാൻ കൊടുക്കാറുള്ളൂ. അല്ലാതെ ഇന്ന് റിലീസ് ചെയ്തോ അങ്ങനെ പറഞ്ഞൊരു കുറേ അങ്ങനത്തെ കമൻറ്റുകളൊന്നും അങ്ങനത്തെ തമ്പനെയിലും ടൈറ്റുകളൊന്നും ഞാൻ കൊടുക്കാറില്ല. അപ്പോൾ തമ്പലൈൻ ഇങ്ങനെ ഇടല്ലേ, ഒരുപാട് തെറ്റ് ഉണ്ടായി നേരെ വീഡിയോ ചെയ്യൂ എന്താ മനസ്സിലാകുന്നില്ല. വ്യൂ കിട്ടാൻ വേണ്ടി കാണിച്ചു തന്നല്ല, ഞാൻ അതിന് കമൻറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വന്ന കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ബാന്ദ്ര തങ്കമണി രണ്ടും ചാനൽ റിലീസായിരിക്കും, പടം മോശമാണെങ്കിലും തുക ഒക്കെ. എൻ്റെ പൊന്നു ചേട്ടാ, ഈ വരാത്ത പടത്തിൻ്റെ പോസ്റ്റർ കാണിച്ച് എന്തിനാ വീഡിയോ ഇടുന്നത്? OTT പടം വരാത്തത് ആ പടം ആരും എടുക്കാഞ്ഞിട്ടാണ് എന്ന് എല്ലാവർക്കും അറിയാലോ. വ്യൂ കിട്ടാൻ വേണ്ടി ഇങ്ങനെ കാണിക്കല്ലേ ഇനി പ്ലീസ്. ഓക്കെ, പക്ഷേ എല്ലാവർക്കും അറിയാലോ, ബ്രോയ്ക്ക് അറിയാം, ഈ കമൻ്റ് ഇട്ട ബ്രോയ്ക്ക് അറിയാം. പക്ഷേ ബാക്കിയുള്ള എല്ലാവർക്കും അറിയില്ലല്ലോ. അത് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. കുറേ ആൾക്കാർ കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള റിപ്ലൈ എന്ന് പറഞ്ഞാൽ, കമൻറ്റ് ചുമ്മാ എന്തിനാ ഒരു വീഡിയോ, അപ്പോൾ തന്നെ കറക്റ്റ്, അതിനൊക്കെ ഞാനൊരു റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. റിപ്ലൈ കൊടുത്തപ്പോൾ അതിന് അടുത്തൊരു റിപ്ലൈ അവർ തന്നു, എല്ലാ വീഡിയോയും കാണുന്നതാണ് ഞാൻ, ടൈറ്റിൽ പോസ്റ്റർ കണ്ടാണ് വീഡിയോ പ്ലേ ചെയ്യുന്നത്. എന്നിട്ട് പ്ലേ ചെയ്യുമ്പോൾ പറയും ഈ പടം വന്നിട്ടില്ല, വരാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ. വരാൻ ചാൻസ് ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം.
വരാതെ ഇരിക്കില്ല. അത് എപ്പോഴാണ് എന്ന് മാത്രം ചേട്ടൻ പറഞ്ഞാൽ പോരെ എന്നാണ് ഞാൻ ചോദിച്ചത്. ചേട്ടന് കാര്യം മനസ്സിലായോ? ഓക്കെ, മനസ്സിലായി. സംഭവം എന്താ വെച്ചാൽ പിന്നെ പല അപ്ഡേറ്റുകളും ഇന്ന് പിന്നെ പല സ്ഥലത്തും വരാറുണ്ട്. ഇന്ന ഡേറ്റിന് വരാൻ സാധ്യതയുണ്ട്, ഒരു 90% ചാൻസ് ഉണ്ട്. ആ ഒരു കാര്യം ഞാൻ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ആ ഒരു കാര്യം ആ ഒരു വീഡിയോ കൂടെ പറയും. അതാണ് സംഭവം. ഞാൻ അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റോ കാര്യങ്ങളോ എന്താ പറയുക, ആ ഒരു വീഡിയോയിൽ ഫോർ എക്സാമ്പിൾ ഞാൻ മഞ്ഞുമൽ ബോയ്സ് 3-ാം തീയതി റിലീസ് ഉണ്ട്. പക്ഷേ 3-ാം തീയതി റിലീസ് ഉണ്ട് എന്നുള്ളത് അവർ ഒഫീഷ്യലായിട്ട് പുറത്ത് വിടുന്നതിന് മുമ്പേ തന്നെ പിന്നെ 3-ാം തീയതി റിലീസ് ഉള്ള കാര്യം പലരും അറിഞ്ഞിട്ടുണ്ട്. അറിഞ്ഞ സമയത്ത് ആ ഒരു വീഡിയോ ഞാൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 3-ാം തീയതി വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട്, ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ 3-ാം തീയതി സിനിമ അവർ ഒഫീഷ്യൽ പുറത്ത് വിട്ടു. അതിനുശേഷം ഞാൻ പറയുകയും ചെയ്തു 3-ാം തീയതി ഒഫീഷ്യൽ വന്നിട്ടുള്ളത്. അങ്ങനെയാണ് സംഭവം. അല്ലാതെ ഞാൻ വെറുതെ ഒരു പിന്നെ ഒരു ഡേറ്റ് ഗസ് ചെയ്തിടുന്നതല്ല. പിന്നെ എൻ്റെ തമ്പനയിലും കാര്യങ്ങളൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് എങ്ങനെയാണ് സംഭവം എന്നുള്ള കാര്യങ്ങളൊക്കെ. ഞാൻ ഒരു തമ്പനയിലും ഞാൻ ക്ലിക്ക് ബൈറ്റ് ആയിട്ട് ചെയ്യാറില്ല. എൻ്റെ വീഡിയോയിൽ ഞാൻ എന്തൊക്കെയാണോ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ആ സംഭവങ്ങളെ തമ്പനയിൽ കൊടുക്കാറുള്ളൂ. ഞാൻ ഇന്നലത്തെ വീഡിയോസിൽ കൊടുത്തിട്ട് തമ്പനയിൽ പറഞ്ഞാൽ പിന്നെ മദനോത്സവം, കള്ളനും ഭഗവതിയും, തങ്കമണി, ബാന്ദ്ര, രാമചന്ദ്ര ബോസ്, ജസ്റ്റ് അത് മാത്രം, അതിൻ്റെ സിനിമയുടെ പേര് മാത്രം. പിന്നെ അടിയിൽ പുതിയ റിലീസുകളും, പുതിയ 2 സിനിമയുടെ റിലീസുകളും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ സിനിമകളുടെ അപ്ഡേറ്റുകളും പറഞ്ഞിട്ടുണ്ട്. അത്രയും ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിനാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ. കാരണം എന്താ വെച്ചാൽ നമ്മൾ കഴിയുന്ന പിന്നെ അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാറാണുള്ളത്. അതിൽ 90% പിന്നെ 90% അപ്ഡേറ്റ് സത്യമായിട്ടുള്ള അപ്ഡേറ്റ്, അതുപോലെ എനിക്ക് അത്രയ്ക്കും പിന്നെ വിശ്വാസപരമായിട്ടുള്ള കിട്ടുന്ന സ്ഥലത്തു നിന്നുള്ള അപ്ഡേറ്റുകളാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാറുള്ളത്. അത് സപ്പോർട്ട് ചെയ്യുന്ന പലരും ഉണ്ട്, സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. പിന്നെ സപ്പോർട്ട് ചെയ്ത ഒരാൾ സംസാരിക്കുന്നുണ്ട്, ആ ഒരു കമൻറ്റ് വന്നിട്ട്, ഞാൻ റെഗുലറായി കാണുന്ന ഒരേ ഒരു യൂട്യൂബ് ചാനലാണ് ഇതാണ്, കറക്റ്റായി സിനിമ അപ്ഡേറ്റ്സ് വരുന്നത് കൊണ്ട്. അങ്ങനെ കുറേ ആൾക്കാർ അങ്ങനെ പിന്നെ പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകളും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള കമൻറ്റുകൾ വരുന്ന സമയത്ത് ഒരു സങ്കടമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ അപ്ഡേറ്റുകൾ ഇങ്ങനെ പിന്നെ വെറുതെ വീഡിയോ ചെയ്യല്ല. അതായത് വെറുതെ ഏതെങ്കിലും ഒരു ഡേറ്റ് ഗസ് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്യല്ല. പല സ്ഥലത്തു നിന്ന് കിട്ടുന്ന അപ്ഡേറ്റുകൾ പ്രകാരം നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോസാണ്. അപ്പോൾ അതിന് നമ്മൾ നമ്മളെ കമൻറ്റുകൾ കാണുന്ന സമയത്ത് ഒരു സങ്കടം. അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിനി പിന്നെ കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏപ്രിൽ മാസം 14-ാം തീയതി മുതൽ 21-ാം തീയതി വരെ റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ ഒരു തമിഴ് സിനിമയാണ്. പൊൻ ഒன்று കണ്ടേ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. അശോക് സെൽവനും ഐശ്വര്യലക്ഷ്മിയും ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത തമിഴ് മൂവിയാണ്. ഒരു റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ജിയോ സിനിമ വഴിയാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തതൊരു ഇംഗ്ലീഷ് മൂവിയാണ്. ഡ്യൂൺ പാർട്ട് 2 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷിലും ഹിന്ദിയിലായിട്ട് ബുക്ക് മൈ ഷോസ് വഴി ഈ സിനിമ, ഈ സയൻസ് ഫിക്ഷൻ അഡ്വഞ്ചർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. ഒരു ഹിന്ദി മൂവിയാണ്. സൈലൻസ് ടു ദ നൈറ്റ് ഓൾ ബാർ ഷൂട്ട് ഔട്ട് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഹിന്ദി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. മനോജ് ബാജ്പേയി ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. C5ലാണ് ഈ ഒരു സിനിമ ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് മലയാളത്തിലുള്ള ഒരു സിനിമയാണ്. ആമസോൺ പ്രൈമിൽ സർപ്രൈസ് ആയി റിലീസ് ചെയ്ത സിനിമയായിരുന്നു അഞ്ചക്കള്ളക്കൊക്ക എന്ന് പറഞ്ഞ സിനിമ. നമ്മുടെ ശ്രീജിത്ത് രവി, അതുപോലെ തന്നെ ചെമ്പ വിനോദും ലുക്മാനും മണികണ്ഠന ആചാര്യൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു റിയാക്ഷൻ ഒരു എക്സ്പെരിമെന്റൽ മൂവിയായിരുന്നു ഈ ഒരു സിനിമ. അഞ്ചക്കള്ളക്കൊക്ക എന്ന് പറഞ്ഞ ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു. അപ്പോൾ ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിൽ സർപ്രൈസ് റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് പിന്നെ ഒരു ഹിന്ദി മൂവിയാണ്. യാമി ഗൗതം, പ്രിയാമണിയൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ആർട്ടിക്കിൾ 370 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഡ്രാമ ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. നെറ്റ്ഫ്ലിക്സ് വഴിയാണ് ഈ സിനിമ ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഹിന്ദി മൂവി തന്നെയാണ്. ഓൾ ഇന്ത്യ റാങ്ക് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ, ഈ ഒരു ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. ഹിന്ദി ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്തൊരു തമിഴ് സിനിമയാണ്. തമിഴ് മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. രണം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തമിഴ് സിനിമയാണ്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. ആമസോൺ പ്രൈം കൂടാതെ സിംപ്ലി സൗത്തിൽ ഈ സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു തമിഴ് മൂവിയാണ്. നമ്മുടെ ജയൻ രവി, അതുപോലെ തന്നെ കീർത്തി സുരേഷ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ആക്ഷൻ ത്രില്ലർ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു സൈറൺ എന്ന് പറഞ്ഞ സിനിമ. ഡിസ്ട്രിബ്യൂട്ടർ ഹോട്ട്സ്റ്റാർ വഴി തമിഴ് ഭാഷ കൂടാതെ മലയാളം, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു ഹിന്ദി മൂവിയാണ്. കാം ചാലു ഹേ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. C5 ഈ ഒരു സിനിമ ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ട് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തൊരു തമിഴ് മൂവിയാണ്. RU ഒക്കെ ബേബി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തമിഴ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് ബുക്ക് മൈ ഷോസ് വഴി ഈ
സിനിമ. സമുദ്രക്കനി അഭിരാമിക്ക് പ്രധാന വേഷം കൈകാര്യം സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു മലയാള സിനിമയാണ്. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോം വഴി റിലീസ് ചെയ്ത പിന്നെ മലയാളം മൂവിയാണ്. നീലരാത്രി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഹൊറർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ഭഗത് ബാനുവലാണ് ഈ സിനിമയുടെ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. അടുത്തൊരു മലയാള സിനിമ തന്നെയാണ്. തുരുത്തിമലയിലെ തിരുത്തുകൾ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഐസ്ട്രീം OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു തെലുങ്ക് മൂവിയാണ്. മൈ ഡിയർ ഡോങ്ക എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തെലുങ്ക് വഴിയാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു തമിഴ് സിനിമയാണ്. ഒരു ഡ്രാമ ത്രില്ലർ ഭാഗത്തുള്ള തമിഴ് സിനിമയാണ്. യാവരും വല്ലവരെ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തമിഴ് വഴി ഈ സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തൊരു ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. ഗം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ ETV Win വഴിയാണ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഹൊറർ മൂവിയാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ വരുന്ന ഒരു ഹൊറർ മൂവിയാണ്. ഇമാക്കുലേറ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ ഡീറ്റെയിൽ റിലീസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മുതൽ. അടുത്തൊരു തെലുങ്ക് സിനിമയുടെ തമിഴ് ഡബ്ഡ് വേർഷനാണ്. ഈഗിൾ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. രവി തേജ് പ്രധാന വേഷം കൈകാര്യം ഒരു മാസ് ആക്ഷൻ എന്റർടൈൻമെന്റ് വിഭാഗത്തിലുള്ള സിനിമയായിരുന്നു. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമയുടെ തമിഴ് ഡബ്ഡ് വേർഷൻ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് എനിവൺ ബട്ട് യു എന്ന് പറഞ്ഞ റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഹിന്ദി, സ്പാനിഷ്, ഫ്രഞ്ച് ഭാഷകളായിട്ട് ബുക്ക് മൈ ഷോസ് വഴിയും അതുപോലെ തന്നെ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ, ഐറ്റ്യൂൺസ് വഴിയും റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു കോമഡി ഫാന്റസി വിഭാഗത്തിൽപ്പെടുന്ന ഇംഗ്ലീഷ് മൂവിയാണ്. ഡ്രീം സെനാരിയോ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഫ്രഞ്ച് ഭാഷയിൽ ലയൺസ്ഗേറ്റ് പ്ലേ OTT പ്ലാറ്റ്ഫോമിലായിട്ടാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ആക്ഷൻ ക്രൈം ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഇംഗ്ലീഷ് മൂവിയാണ്. സ്പാനിഷ് മൂവിയാണ്. ലാ സൊഗ 3 വെങ്കിയൻസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സ്പാനിഷ് ഭാഷ കൂടാതെ ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി, സ്പാനിഷ് ഭാഷകളായിട്ട് ഈ ഒരു സിനിമ VR OTT പ്ലാറ്റ്ഫോം വഴിയാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ്, ഇത്രയും റിലീസുകളാണ് ഈ ഒരാഴ്ച, അതായത് ഏപ്രിൽ മാസം 14-ാം തീയതി മുതൽ 21-ാം തീയതി വരെ റിലീസ് ചെയ്തതായിട്ടുള്ളത്. ഓക്കെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. ഈ ലിസ്റ്റിലുള്ള സിനിമകൾ ഏതൊക്കെ കണ്ടു, ഏതൊക്കെ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ എന്നുള്ള കാര്യങ്ങളൊക്കെ, നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.